നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്ഭവനും ക്ലിഫ് ഹൗസും തിരുവനന്തപുരം, കൊച്ചി വിമാനത്താവളങ്ങളും ചിതറിക്കും. കേരളത്തിൽ ഭീകരാക്രമണ ഭീഷണികൾ. ആശങ്കയുടെ മുൾമുനയിൽ സംസ്ഥാനം. സുരക്ഷ ശക്തമാക്കി പോലീസും മറ്റ് സംഘങ്ങളും. വ്യാപക തെരച്ചിൽ. സംശയം തോന്നുന്നവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നു. മെയ് 2-ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്നുണ്ട്. ഈ വേളയിലാണ് തുടരെ കേരളത്തിൽ ഇപ്പോൾ ഭീകരാക്രമണ ഭീഷണികൾ ഉയരുന്നത്. അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്ന വ്യാജ ബോംബ് ഭീഷണികളെ അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. കേന്ദ്ര സംഘം കേരളത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. SPG തിരുവനന്തപുരം വളയും. രാജ്യം പഹൽഗാം ആക്രമണത്തിൽ ഭീതിയിൽ നിൽക്കുകയാണ്. ഇതിനിടെ ആശങ്ക വർദ്ധിപ്പിച്ച് കേരളത്തിൽ ഉയരുന്ന ഭീകരാക്രമണ ഭീഷണികളും. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണി വന്നതോടെ ഒരു സംഘം അവിടേക്ക് പാഞ്ഞ് പരിശോധന നടത്തിയിരുന്നു. പിന്നിൽ ആന്ധ്ര സ്വദേശിയാണെന്ന് വിവരവും കിട്ടി. എന്നാൽ തൊട്ടു പിന്നാലെ തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി ഉയർന്നത്. അതും ക്ലിഫ് ഹൗസിലും രാജ്ഭവനിലും ഒക്കെയായിട്ടാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത്. എന്നാൽ തുടരെ ഇത്തരത്തിലുള്ള ആക്രമണ ഭീഷണികൾ ഉയരുമ്പോൾ അതിനെ ചെറുതായി കാണാനാകില്ല. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരാളാണോ ഒരു സംഘമാണോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പൂർണ്ണമായും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. മോദി എത്താനിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഭീഷണികൾ ഉയരുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും സംസ്ഥാന പോലീസിനെയും ഭീകരവാദ വിരുദ്ധ സേനയെയും ഒക്കെ തന്നെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സംഘം ഉടനെത്തും എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിനും ഓഫീസിനുമാണ് ഇപ്പോൾ പുതിയതായി ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി സംസ്ഥാനത്തെ പലയിടങ്ങളിലും വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വീടിനും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, ഗതാഗത കമ്മീഷണറുടെ ഓഫീസ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം, രാജ്ഭവൻ എന്നിവിടങ്ങളിലാണ് പുതിയ ഭീഷണി വന്നത്. ഉച്ചയ്ക്ക് 2:30-കകം ബോംബ് പൊട്ടുമെന്നായിരുന്നു സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ലഹരിക്കെതിരായ നടപടിയിൽ നിന്നും മുഖ്യമന്ത്രി പിന്തിരിയണമെന്നും ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. പോലീസും വിമാനത്താവള സുരക്ഷാ വിഭാഗവും 3 മണിക്കൂറോളം തുടർന്ന് പരിശോധന നടത്തിയിരുന്നു. 12 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ഥാപിച്ചതായി സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇമെയിൽ ലഭിച്ചത്. 2 മണിയോടെ സ്ഫോടനം ഉണ്ടാകുമെന്ന് ഇതിൽ പറഞ്ഞിരുന്നു. തമ്പാനൂർ പോലീസ് പരിശോധനയും നടത്തി. പരാതിയിൽ സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 ദിവസത്തിനിടെ മാത്രം ജില്ലാ കോടതി അടക്കം 6 സ്ഥാപനങ്ങളെയാണ് ബോംബ് ഭീഷണി വലച്ചത്. എന്നാൽ ഈ ഭീഷണികളെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. ഇതൊരു മുന്നറിയിപ്പാണോ എന്നുള്ള സംശയവും ഉണ്ട്. ഇങ്ങനെ തുടരെ വ്യാജ ഭീഷണികൾ വരുമ്പോൾ പരിശോധന നടത്തി പോലീസും മടുക്കും. പിന്നീട് ബോംബ് ഭീഷണി ഉയരുമ്പോൾ പോലീസും ബന്ധപ്പെട്ട അധികാരികളും അത് വേണ്ടത്ര മുഖവിലക്കെടുക്കാൻ സാധ്യതയില്ല. മോദി എത്താനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരാക്രമണത്തിന് എന്തെങ്കിലും ഒരു നീക്കം ഏതെങ്കിലും സംഘം നടത്തുകയാണോ എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ ഉടലെടുക്കുന്നത്. അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സംഘം എത്തുന്നത്. മോദി എത്തുന്നതിന് മുന്നോടിയായി തന്നെ SPG സംഘം കേരളത്തിൽ പലയിടങ്ങളിലായി സുരക്ഷ ശക്തമാക്കും. അതുപോലെ തന്നെ വിഴിഞ്ഞം ആ ഏരിയ പൂർണ്ണമായും കേന്ദ്ര സംഘത്തിൻ്റെ കൈകളിലായിരിക്കും. തിരുവനന്തപുരത്ത് മോദി എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും SPG സംഘം കനത്ത സുരക്ഷ ഒരുക്കുമെന്നാണ് വിവരങ്ങൾ. ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങി IS വരെയുള്ള ഭീകര സംഘങ്ങൾക്ക് കേരളത്തിൽ വേരുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന, റിക്രൂട്ടിംഗ് നടത്തുന്ന സംഘങ്ങൾ വരെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടരെ ഉണ്ടാകുന്ന ഈ ഭീഷണിയെ അങ്ങനെ വെറുതെ നിസ്സാരവൽക്കരിക്കാനും കഴിയില്ല. ഇതിന് പിന്നിൽ ഒരു സംഘമാണോ, അത് ഒരാളാണോ, ഒരു സംഘമാണോ, ഒരു സംഘടനയാണോ, ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കൃത്യമായ അന്വേഷണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 9 ആയിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് വഞ്ചിയൂരിലെ ജില്ലാ കോടതിയിൽ സ്ഫോടനം ഉണ്ടാകുമെന്ന് ഭീഷണി സന്ദേശം ആദ്യം എത്തുന്നത്. ശനിയാഴ്ച പകൽ 3 നക്ഷത്ര ഹോട്ടലുകളിലും ഭീഷണിയുണ്ടായി.
സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഹോട്ടൽ ഹിൽട്ടൺ, ആക്കുളത്തെയും കോവളത്തെയും ഗോകുലം ഗ്രാൻഡ് എന്നിവയ്ക്കാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. താമസക്കാരുടെ ലഗേജുകളും വാഹനങ്ങളും ഉൾപ്പെടെ പരിശോധനയ്ക്ക് അന്ന് വിധേയമാക്കിയിരുന്നു. 8 മാസത്തിനിടെ നഗരത്തിലെ 16 സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെയും ബോംബ് ഭീഷണിക്ക് പിന്നിൽ ആന്ധ്ര സ്വദേശിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ വന്നിട്ടുണ്ട്. വാറങ്കൽ സ്വദേശി നിതീഷാണ് സന്ദേശം അയച്ചതെന്ന് തെലങ്കാനയിലും പോലീസ് ഇന്റലിജൻസ് സ്ഥിരീകരിച്ചതായി കേരള പോലീസ് വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ പോലീസിന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. 32 മണിക്കൂറിനുള്ളിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും സ്ഫോടനം നടക്കുമെന്നായിരുന്നു സന്ദേശം. ആ സന്ദേശം തന്നെ വീണ്ടും എത്തിയിരുന്നു. സൈബർ സെൽ പരിശോധനയിൽ സന്ദേശം എത്തിയത് സിക്കന്ദരാബാദിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രത്യേക സംഘം അന്വേഷണത്തിനായി അവിടേക്ക് പോയി. IT കമ്പനി അക്കൗണ്ടന്റിനെ ആയിരുന്നു സംശയം. ഇയാളുടെ വീട്ടിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തി ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ അക്കൗണ്ടന്റ് കുറ്റം നിഷേധിച്ചു. തന്റെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടാകാമെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. IP വിലാസം അക്കൗണ്ടന്റിൻ്റേതാണെന്നും ഇയാളുടെ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം ഇമെയിൽ ഐഡികൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് ലാപ്ടോപ്പ് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. ഇമെയിൽ ഹാക്ക് ചെയ്ത് നിർമ്മിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇയാളുടെ ഭാര്യ ഒരു ട്രാവൽ ഏജൻസിയിലെ ജീവനക്കാരിയാണ്. ഏജൻസിയുടെ ആവശ്യത്തിനായി ഇവരുടെയും ഭർത്താവിൻ്റെയും ഫോൺ നമ്പറുകളും മെയിൽ ഐഡികളും പലർക്കും കൈമാറുകയും പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതുവഴിയാകാം നിതീഷ് ഹാക്ക് ചെയ്ത് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ചത്. കണ്ണൂരിലെ ബോംബ് ഭീഷണി കേസിലും നിതീഷിനെയാണ് സംശയിക്കുന്നതെന്നും കേരളത്തിലെ മറ്റ് ബോംബ് ഭീഷണികളുമായി ഇയാൾക്ക് ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തുന്ന ഇമെയിലുകളുടെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മൈക്രോസോഫ്റ്റിന് പോലീസിന്റെ മുന്നറിയിപ്പുണ്ട്. ബോംബ് ഭീഷണികളെ തുടർന്ന് കമ്മീഷണർ ഓഫീസിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് സിറ്റി പോലീസിലെ DCPമാർ മൈക്രോസോഫ്റ്റ് അധികൃതരുമായി ആശയവിനിമയം നടത്തിയത്. VPN വിലാസം കണ്ടെത്താൻ മൈക്രോസോഫ്റ്റിന് സൈബർ ക്രൈം പോലീസ് പലതവണ മെയിൽ അയച്ചെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് അന്വേഷണം പ്രതിസന്ധിയിലായി. മൈക്രോസോഫ്റ്റിന്റെ മെയിൽ സംവിധാനമായ ഔട്ട്ലുക്ക് വഴിയാണ് ഭീഷണി സന്ദേശം എത്തുന്നതെന്നും അന്വേഷണ ഏജൻസിക്ക് വിവരങ്ങൾ ലഭിക്കില്ലെന്നുമുള്ളത് മനസ്സിലാക്കിയാണ് ഇതെന്നും സൈബർ ക്രൈം പോലീസ് പറഞ്ഞു. അതേസമയം വ്യാജ ഇമെയിൽ ബോംബ് ഭീഷണി മൂലം പോലീസ് വലയുമ്പോഴും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടില്ല. ഇമെയിൽ ബോംബ് ഭീഷണിയിൽ തമിഴ്നാട്ടിൽ അടുത്തിടെ 200ഓളം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തതെന്നും ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്യാതായതോടെ മാധ്യമ ശ്രദ്ധ ഇല്ലാതായെന്നും ഇതോടെയാണ് ബോംബ് ഭീഷണി അവസാനിച്ചതെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ കേരളത്തിൽ ഒരു ഭീതിയായി ഇപ്പോഴും നിലനിൽക്കുന്ന വസ്തുത തുടരെ ഈ ഭീഷണികൾ ഉണ്ടാകുന്നു. പിന്നീട് ഇത് ഈ പറയുന്ന പോലെ തന്നെ പോലീസ് ഗൗനിക്കാതെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു ഭീതി ഉണ്ടാകുമോ, ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ കേരള പോലീസിനെ വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലരുടെ ലിസ്റ്റുകളൊക്കെ തന്നെ പോലീസ് തയ്യാറാക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. സംശയം തോന്നുന്ന ചില ആൾക്കാരുടെ ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ ഭീകരവാദ ബന്ധമുള്ള ചില ഗ്രൂപ്പുകളെ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു അന്വേഷണത്തിലേക്ക് ഈ ഘട്ടത്തിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം മോദി എത്താൻ പോകുകയാണ്. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമോ എന്നുള്ള ജാഗ്രതയിൽ തന്നെയാണ്, ഒരു ആശങ്കയിൽ തന്നെയാണ് സംസ്ഥാനം ഉള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സെക്രട്ടേറിയറ്റിനും നേരെ ഇപ്പോൾ ബോംബ് ഭീഷണി വന്നതോടുകൂടി ഇതും പോലീസ് ഗൗരവത്തിലെടുത്ത് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ക്ലിഫ് ഹൗസിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലുമാണ് ഈ ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ഊർജിത ശ്രമം പോലീസ് ഇപ്പോൾ നടത്തുകയാണ്.